ഹലോ, ഞാനിപ്പോൾ നിൽക്കുന്നത് തായ്ലൻഡിലെ പട്ടായയിലുള്ള മോൺസ്റ്റർ അക്വേറിയത്താണ് കേട്ടോ. ഇവിടെ എന്താണെന്നല്ലേ, ഇവിടെ കുറേ ആനിമൽസിനെയും കുറേ ഫിഷ് ഇങ്ങനെ ഐറ്റംസിനെയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ തായ്ലൻഡിൽ വരുന്നവർ ഈ മോൺസ്റ്റർ അക്വേറിയം എന്തായാലും എന്ത് ചെയ്യണം, വിസിറ്റ് ചെയ്യണം. അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. നമ്മൾ കാണാത്ത ഫിഷ്, സ്നാക്സ്, പിന്നെ എന്താ പറയുക, ഒത്തിരി ഐറ്റംസ്. അത് ഞാനിപ്പോൾ പറഞ്ഞ് അതിൻ്റെ സസ്പെൻസ് കളയുന്നില്ല. നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക, തായ്ലൻഡ് പട്ടായയിൽ വരുന്നവരെ മോൺസ്റ്റർ അക്വേറിയം വിസിറ്റ് ചെയ്യുക. ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് 300 ബാത്താണ്. രാവിലെ 8:30 തൊട്ട് 6 o'clock വരെയാണ് ഇവിടുത്തെ ടൈം കേട്ടോ. അപ്പോൾ തായ്ലൻഡിൽ വരുന്ന നിങ്ങളെല്ലാവരും ഈ അക്വേറിയം മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം. എല്ലാവർക്കും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. പ്രത്യേകിച്ച് കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് തായ്ലൻഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. എൻട്രൻസിൽ ടിക്കറ്റൊക്കെ കാണിച്ചിട്ട് നേരെ മോൺസ്റ്റർ അക്വേറിയത്തിനകത്തോട്ട് കയറുകയാണ്. അപ്പോൾ കയറുന്ന വഴിക്ക് തന്നെ നമുക്ക് മോൺസ്റ്റർ അക്വേറിയം പട്ടായ എന്നുള്ളൊരു ബോർഡൊക്കെ കാണും. അതിൻ്റെ തൊട്ടടുത്തൊരു കുറേ കോഴിക്കാർപ്പ് ഫിഷുകളൊക്കെ കാണാൻ കേട്ടോ. അപ്പോൾ നമ്മൾ പോയി ഉടനെ തന്നെ അത് ഇങ്ങനെ വായും തുറന്നൊക്കെ വരിക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്ത് നമുക്ക് ഫീഡ് ചെയ്യാനുള്ള സംവിധാനമൊക്കെയാണ്. അവിടെ നിന്ന് ഫീഡ് മേടിച്ചിട്ട് അതിന് ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഈ സംഭവം ഇങ്ങനെ വാ തുറന്ന് വരുന്നോണ്ടിരിക്കുന്നത് കേട്ടോ. ഹായ്, ഹലോ, പൊളിയായിട്ട് അല്ലേ? ട്രെയിൻ തന്നെയാണെന്ന് തോന്നുന്നു ഫുള്ള്. ആ ഫോട്ടോക്കൊക്കെ അത് പോസ്റ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുക. മക്കാവോ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ, അനങ്ങാതിരിക്കുക. ആശാൻ്റെ കാലിലാണെങ്കിൽ ഒരു ചങ്ങലയൊക്കെ ഇട്ട് അവർ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ, പറന്നു പോകാതിരിക്കാൻ. ഹായ്, ലുക്ക് അറ്റ് ഹിയർ. $40 തായ് ബാത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ പക്ഷികളെ നമ്മുടെ ശരീരത്ത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. ഫോട്ടോസ് മാത്രമല്ല വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. അതിങ്ങനെ സർക്കസ് കാണിക്കാണ് കേട്ടോ, സർക്കസ്. ഇത് പ്യുവർ വൈറ്റ് ആണ്. ഇവിടെയാണെങ്കിൽ കുറേ കുഞ്ഞ് ആട്ടിൻകുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് ഫീഡ് ചെയ്യാം. ഇവിടെ നമുക്ക് ക്യാരറ്റ്, പിന്നെ കുറേ ലീവ്സ് ഐറ്റം കണ്ടോ. ഓരോരുത്തരും അതിനെന്ത് ചെയ്യാൻ ഫുഡ് അവിടെ നിന്ന് മേടിച്ചിട്ട് അതിന് ഫീഡ് ചെയ്യുകയാണ് കേട്ടോ. അതിന് പ്രത്യേകം ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു അടിപൊളിയാണ് കേട്ടോ അത്. പക്ഷെ അതോടൊപ്പം തന്നെ എന്ത് ചെയ്യാണ്, ഇവിടെ ഭയങ്കര വൃത്തിയാണ് കേട്ടോ. അതുകൊണ്ട് ഓരോരുത്തർ ക്യാരറ്റൊക്കെ കൊടുക്കുന്നു, അത് വന്ന് കഴിച്ചിട്ട് പോകുന്നു കേട്ടോ. അടുത്ത് കുറേ കുട്ടി ആടുകൾ അതാ ചാടുന്നുണ്ടല്ലോ ആശാൻ. അടിപൊളിയാണ് കേട്ടോ. സത്യം പറഞ്ഞത് കുറേ കൊച്ചു കുട്ടികളോടൊപ്പം ഉണ്ടായിരുന്നപ്പോഴെന്ത് ചെയ്യുന്നു, അവരൊക്കെ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. ഇത് ആട്ടുകുട്ടികളെല്ലാം കൂടി വന്ന് കയറിയിട്ടുണ്ട് കേട്ടോ. അതാ പോകുന്നേ കണ്ടോ. അതിന് ലീഫൊക്കെ അത് എന്ത് ചെയ്യുക, കടിച്ച് മേടിച്ചുകൊണ്ട് പോവാണ് കേട്ടോ. മഞ്ഞ കളറ്, ബ്ലൂ. നമ്മൾ ഈ ചില ഡോഗ് ഷോയ്ക്കൊക്കെ പോകുമ്പോൾ കാണിക്കത്തില്ല, അതിന് ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്ന പോലെ അതുപോലെയാണ് കേട്ടോ ആട്ടിൻകുട്ടിയൊക്കെ ഡ്രസ്സൊക്കെ ഇട്ട് നിർത്തിയിരിക്കുന്നത്. ഈ സംഭവം മറ്റേ മുഖത്തോട്ട് തുപ്പുന്ന സാധനം. ചെമ്മരിയാട് കൂടുതൽ ആടിൻ്റെ ഫാംസ് ആണ് കേട്ടോ. ഒരു 2 ആട്ട് ചെറിയ കുട്ടി അവിടെ ഉണ്ട് കേട്ടോ, കുട്ടികൾ.
നമുക്ക് ഇതിൽ ഒത്തിരി ആമകളെ കാണാൻ കേട്ടോ. കറുപ്പുണ്ട്, അതുമാതിരി മഞ്ഞ കളറുണ്ട്, വെറൈറ്റി ആയിട്ടാണ്. ആമകളുടെ വട്ടമേശ സമ്മേളനമാണ് കേട്ടോ. അതിൽ ബോട്ടിൽ വെള്ളം തീർന്നു പോയിട്ടുണ്ട് കേട്ടോ. അച്ഛന് വെള്ളം കുടിക്കാൻ കിട്ടുന്നില്ല. ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറയുമോ? എല്ലാം ഭയങ്കര വൃത്തിയാണ്. നമ്മൾ തറയിലൊക്കെ എന്ന് പറഞ്ഞാൽ മാറ്റൊക്കെ ഇട്ട് അവർ അതെന്ന് പറഞ്ഞാൽ സ്മെല്ലോ അങ്ങനത്തെ ഒരു കാര്യമില്ല. സാധാരണ നമ്മുടെ അവിടെ അക്യൂറേറ്റൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലായിരിക്കും. തറയൊക്കെ വെറും വൃത്തിയുടെയൊക്കെ. നമ്മുടെ ആടിൻ്റെയൊക്കെ അതൊക്കെ പോയപ്പം പോലും അവിടെ തറയൊക്കെ എന്ത് ഡീസൻ്റ്. അവർ ഭയങ്കരമായിട്ട് വൃത്തിയാക്കി കെയർ ചെയ്ത് ആൾക്കാർ വരുന്നതിനെ അവരെന്ത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവർ വൃത്തിയാക്കി ഇട്ടിരിക്കുന്നത്. അനങ്ങാതെ കിടക്കുന്ന നോക്കി. അത് പച്ച മാറ്റ് അടിയിലിട്ടിട്ടുണ്ട് കേട്ടോ. അതിലിങ്ങനെ കിടന്ന ആശങ്ക നീ ഉറങ്ങുന്നത്. എൻ്റെ വാല് തന്നെ നല്ല നീളമാണ് കേട്ടോ. ഒന്നല്ല കേട്ടോ, രണ്ടെണ്ണം ഉണ്ട്. ആശാന്മാർ തണുപ്പ് കിട്ടാൻ വേണ്ടി വെള്ളത്തിൽ കിടക്കുക. കാണാം കേട്ടോ, വൈറ്റ്. ഇതുണ്ടോ, ഇതിന് 2 തലയുണ്ട് കേട്ടോ ആമയ്ക്ക്. ഇതാ ഒരെണ്ണം ഉണ്ട്, ഇതാ വന്നിരിക്കുന്നു കേട്ടോ. 2 തലയുള്ള ആമ. ഇത് തരും വെറൈറ്റി. കണക്കില്ലാതെ കിടക്കുക. അങ്ങനെ എൻ്റെ പുറകെ മീനുകളുടെ ഒരു ലോകം തന്നെയുണ്ട്. നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ മീനുകളൊക്കെ പെട്ടെന്ന് കണ്ടോളൂ കേട്ടോ. എന്നാ സൈസാന്ന് നോക്കിയാൽ മീനുകളൊക്കെ ഉണ്ടാവും. ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ഒരു കൂട്ടം തന്നെ ഉണ്ട് കേട്ടോ. ഇത് സംഭവം കൊള്ളാമല്ലോ. അതിനും ഫീഡ് ചെയ്യുന്നതാണ് കേട്ടോ. നമ്മൾ കാശ് കൊടുക്കുന്നു, സാധനം മേടിക്കുന്നു, എന്നിട്ട് അവരുടെ പക്ഷികൾക്ക് തന്നെ എന്ത് ചെയ്യുന്നു, ആഹാരം നമ്മൾ കൊടുക്കുകയാണ് കേട്ടോ. ഇത് അടിപൊളി സിസ്റ്റം കേട്ടോ. കൊള്ളാമല്ലോ. കുറേ ഉണ്ട് കേട്ടോ. അത് എന്താ പേര്, എന്താ തിന പോലത്തെ എന്തോ ഒരു ഐറ്റം കേട്ടോ അതിന് ഫീഡ് ചെയ്യാൻ കൊടുക്കുന്നത്. വാച്ച് മിക്കവാറൊന്ന് പോകും. ഞാനത് ചുവന്ന മക്കാവൂന് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷെ അവൻ ഭയങ്കര അക്രമം, ഭയങ്കര കൊത്ത. അതാ പിന്നെ വൈറ്റ് എടുത്തത് കേട്ടോ. ഇവനാണെങ്കിൽ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുക. ഇടയ്ക്കിടയ്ക്ക് കൊത്താൻ വരുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞങ്ങളുടെ കുട്ടു ടു അങ്ങനെ. ഇവിടെ നമുക്ക് ഫിഷ് സ്പാ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് പോയിരിക്കുക. പോലെ ചെന്നിരുന്നാൽ ഫിഷ് നമ്മുടെ ഡെഡ് സെൽസൊക്കെ കൊത്തിയെടുത്തിട്ട് പോകും കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്ക് തായ്ലൻഡിൻ്റെ പുതിയൊരു വീഡിയോയിൽ അടുത്ത് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ സൈനിങ് ഓഫ്.